ഇത് പിന്തുണയുടെ വിഷയയിലില്ല. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന രീതിയിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാനുള്ള ശ്രമം നടത്തി. കഴിഞ്ഞ 5 വർഷമായി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള നീക്കം ഇല്ലാത്ത സാഹചര്യത്തിലാണ് പരസ്യമായി അത് പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. ഈ ജില്ലാ കമ്മിറ്റി തീരുമാനം സ്വാഭാവികമായിട്ടും ലോക്കൽ കമ്മിറ്റി വരെ അറിയിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കമ്മിറ്റികളിലും അനുകൂലമായിട്ടുള്ള നിലപാട് വരുന്നു, പ്രതിഷേധം വരുന്നു. ചില ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ ആളുകൾ പങ്കെടുക്കാത്ത മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരെ വരുന്നു. ഇത് പിന്തുണയേറെയാണ്. അല്ല, അത് പ്രതിഷേധത്തിൻ്റെ മാത്രം കാര്യമല്ല. ഇതിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതുപോലുള്ള ഫണ്ട് തിരിമറിയോ സാമ്പത്തിക തിരിമറിയോ ഒക്കെ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ്. ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ശക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം പാർട്ടി മെമ്പർമാർ അന്ന് പാർട്ടിക്കകത്തുണ്ട്. ഇപ്പോഴും അത് കൂടി വരുന്നതല്ലാതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നതല്ലാതെ അതിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം പി ജയരാജൻ താങ്കളെ അനുകൂലിക്കുന്നവരുടെ വീട്ടിൽ പോയി എന്ന് പറയുന്നു. ശരിക്കും അനുനയിപ്പിക്കാൻ വേണ്ടി പോയതാണ്. എന്താണ് താങ്കളുമായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവില്ല, പ്രസന്നനൊക്കെ സംസാരിച്ചിട്ടുണ്ടാവില്ല, എന്താണ് പി ജയരാജൻ പറഞ്ഞത്? അല്ല, അങ്ങനെ വീടുകളിൽ പോയതായി എനിക്കറിയില്ല. പ്രസന്നൻ്റെ വീട്ടിൽ പോയത് അതിവിടെ വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലും ലോക്കൽ ജനറൽ ബോഡിയിലും പങ്കെടുത്തത് പി ജയരാജനാണ്. അപ്പോൾ ഇവിടെ വന്നതാണ്. ഇവിടെ ചന്തകുഞ്ഞി സ്മാരക ഹാളിലാണ് ജനറൽ ബോഡിയും കമ്മിറ്റിയും ചേർന്നത്. ആ പരിപാടിക്ക് വന്നപ്പോൾ അതിന് തൊട്ടടുത്താണ് പ്രസന്നൻ്റെ വീട്. അപ്പോൾ ആ വീട്ടിൽ ജയരാജൻ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പല ആരോപണം ഉയർന്ന സമയത്തും ഈ ടി എ മധുസൂദൻ ഇത്രയും സംരക്ഷണം പാർട്ടി ഒരുക്കാനുള്ള കാരണം എന്താണെന്നാണ് കുഞ്ഞിച്ചേട്ടൻ കരുതുന്നത്? ആ കാരണമാണ് എനിക്കും അറിയാത്തത്. ഞാൻ ചിലതെല്ലാം സംശയിക്കുന്നുണ്ട്. സംശയിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് എന്തായാലും ഇപ്പോൾ പറയുന്നില്ല. അവരൊക്കറിയില്ല ആ കാരണം. ചേട്ടാ, ഈ പിന്നെ ഈ അണികൾക്കപ്പുറത്തേക്ക് പയ്യന്നൂരിലെ നേതൃത്വമടക്കം അവർക്ക് പുറത്ത് പറയാൻ പരസ്യം പറയില്ലെങ്കിലും ഉള്ളിൽ കുഞ്ഞികൃഷ്ണേട്ടൻ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് തോന്നലുള്ളവരാണോ? എന്താണ്? പയ്യന്നൂരിലെ നേതൃത്വത്തിനിടയിലും വലിയ വിഭാഗം ഞാൻ പറയുന്നത് ശരിയാണ് എന്ന അഭിപ്രായമുള്ളവരാണ്. മധുസൂദൻ്റെ എതിരായൊരു നിലപാടാണോ ഈ വിഷയത്തിൽ അവർക്കുള്ളത്? അതിലെതിരും അനുകൂലമൊന്നുമില്ല. മധുസൂദനെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഇപ്പോൾ കെ പി മധു ഇതിൽ പങ്കാളിയാണ്. കെ പി മധുവിൻ്റെ പേര് ഞാൻ ഈ പുസ്തകത്തിലും പറയുന്നുണ്ട്, നേരത്തെ മുതലേ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടി സത്യസന്ധമായി ആ പണം കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടുന്ന പാർട്ടിയാണ്. ജനങ്ങൾ തരുന്ന പണത്തിൽ കൈയിട്ട് വാരുന്ന സമീപനം ആര് സ്വീകരിച്ചാലും അത് അംഗീകരിക്കാൻ സാധാരണ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കഴിയില്ല. അതാണ് ഇതിലുണ്ടായിട്ടുള്ള വിഷയം. അത് ഏത് വ്യക്തി എന്നുള്ളതേ അല്ല. അപ്പം അത് ആ പ്രശ്നം, ആ സംഭവം അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്.